ഹലോ ഭായ്, ക്രിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ടീമിന് ജീവമരണ പോരാട്ടവും ഒരു ടീമിന് ഇനി ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു മത്സരമാണ് ഇന്നത്തേത്. അതായത് മുംബൈ PBKs മത്സരം. പഞ്ചാബിന് തോറ്റു കഴിഞ്ഞാൽ പ്ലേ ഓഫിലേക്കുള്ള സാധ്യത അത് എത്രമാത്രം ദുഷ്കരമാവുന്നുള്ളത് ഇന്നത്തെ മത്സരം കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ് നിലവിലെ മത്സരങ്ങളിലെ 4 മത്സരങ്ങളും ലാസ്റ്റ് കളിച്ച 4 മത്സരങ്ങളും തോറ്റിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അതായത് ഒന്നാം സ്ഥാനം പോലും കൽപ്പിച്ചിരുന്ന ഒരു ടീമായിരുന്നു ആര്? പഞ്ചാബ് കിങ്സ്. പക്ഷേ ഇന്ന് പ്ലേ ഓഫിൽ കയറുമോ എന്ന് പോലും സാധ്യതയുള്ള ടീമിലേക്ക് ആര് മാറിയിട്ടുണ്ട്? പഞ്ചാബ് കിങ്സ് മാറിയിട്ട്. മുംബൈക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി. അപ്പോൾ അടുത്ത സീസണിലേക്ക് നോക്കാൻ പറ്റുമോ? അപ്പോൾ മുംബൈ അതിനൊത്തൊരു അംഗത്തിനായിരിക്കും ഇന്ന് ഇറങ്ങുക. പഞ്ചാബിനെ സംബന്ധിച്ച് അതല്ല, ജയിച്ചേ പറ്റൂ. ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്ലേ ഓഫ് പോലും എന്താവും? തൂക്കിലാവും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 11 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റേ ഉള്ളൂ. സോ ഇനി അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങളാണ്. 3 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിലും ജയിച്ചാലുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലേ ഓഫ് സാധ്യത പോലും കൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ മത്സരം പഞ്ചാബിന് ക്രൂഷ്യലാണ്. പക്ഷേ മുംബൈക്ക് എന്തില്ല? തോറ്റാ തോറ്റു, ജയിച്ചാ ജയിച്ചു. ആ ലെവലിലാണ് മുംബൈ നിൽക്കുന്നത്. മുംബൈക്ക് ജയിച്ചാലും ലാസ്റ്റ്, അതായത് ആ സ്ഥാനങ്ങൾ കുറച്ച് മെച്ചപ്പെടുത്താമെന്നല്ലാതെ വേറെ ഒരു വിപ്ലവകരമായ മാറ്റങ്ങളും ഉണ്ടാക്കാൻ മുംബൈക്ക് സാധിക്കില്ല. അപ്പോൾ ഇന്നൊരു ഫൈറ്റ് മാച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. പഞ്ചാബിന് തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലേ ഓഫ് സാധ്യത വരെ നഷ്ടമായേക്കാം. നമുക്ക് ഇന്ന് അവരുടെ പ്ലേയിങ് 11 ഒന്ന് നോക്കിയോ. ഓക്കെ, പഞ്ചാബിന്റെ പ്ലേയിങ് 11 നോക്കിക്കഴിഞ്ഞാൽ പ്രസിദ്ധാൻ സിംഗ്, പ്രിയാൻ ഷാര്യ, ശ്രേയസ് അയ്യർ, കൂപ്പർ കനോളി, മാർക്കസ് സ്റ്റോയിനസ്, ശശാങ്ക് സിംഗ്, സൂര്യൻ ഷെട്കെ, മാർക്കോ ജാൻസൺ, ബെൻ ഡേഷസ്, അതല്ലാന്നുണ്ടെങ്കിൽ ലൂക്കി ഫർഗൂസൺ കളിക്കും, ഹർഷദീപ് സിംഗ്, യുസ്വേന്ദ്ര ചാഹൽ. കഴിഞ്ഞ കളി ധർമ്മശാലയിൽ സ്പിന്നർമാർ ബോൾ ചെയ്തിട്ടില്ല. ചിലപ്പോൾ യുസ്വേന്ദ്ര ചാഹലിന് പകരം വിജയ്കുമാർ വൈശാഖ് വന്നേക്കാം. ദെൻ യാഷ് ഠാകൂർ എന്ത് ചെയ്യും? ഇമ്പാക്ട് പ്ലെയർ ആയിട്ടും വരും. ഇനി മുംബൈയുടെ പ്ലെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യ ഒന്നും കളിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയെങ്കിൽ റിയാൻ റിക്കിൾട്ടൺ, രോഹിത് ശർമ്മ, നമാന്തീർ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, വിൽ ജാക്സ്, രാജ് ബാവ, കോർവിൻ ബ്ലോച്ച്, ദീപക് ചാഹർ, ഗസാൻഫർ, ജസ്പ്രീത് ബുംറ, രഘു ശർമ്മ, കൃഷ് ഭഗത്താണ് ഇത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നല്ലത് അശ്വിനി കുമാർ ആയിരുന്നു. കാരണം അതൊരു സ്പിൻ പിച്ച് അല്ല, പേസർമാരെ തുണയ്ക്കുന്ന പിച്ചാണ്, നല്ലതായിട്ട് സ്പിൻ ലഭിക്കുന്ന പിച്ചാണ്. അപ്പോൾ അശ്വിനി കുമാറിനെ ഇറക്കാവും ഏറ്റവും ബെറ്റർ. കാരണം മുംബൈക്കും ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചിലപ്പോൾ 10ാം സ്ഥാനത്തിലേക്ക് തള്ളപ്പെടാം. അത് നല്ലൊരു ദോഷം ചെയ്യും. അപ്പോൾ പിന്നെ മുംബൈ ഒരു ഫൈറ്റ് മാച്ചിനാവും ഇന്ന് ഇറങ്ങേണ്ടവ. ഇതാണ് നിലവിലെ മുംബൈയുടെ പ്രഡിക്ഷൻ പ്ലേയിങ്ങിൽ വരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ, കഴിഞ്ഞ മത്സരം നമുക്കറിയാം, ധർമ്മശാലയുടെ ഒരു സ്പിന്നർ പോലും യുസ്വേന്ദ്ര ചാഹൽ പഞ്ചാബിൽ ഉണ്ടെങ്കിൽ പോലും യുസ്വേന്ദ്ര ചാഹലിന് ബോൾ കൊടുക്കാതെ മാർക്കസ് സ്റ്റോയിനസ് ആണ് ആ ഓവർ മൊത്തം ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ഫേസിനെ തുണക്കുന്ന പിച്ചാണ്. അതായത് നന്നായിട്ട് സിംഗ് ലഭിക്കാൻ ഫേസർമാർക്ക് നന്നായിട്ട് സിംഗ് ലഭിക്കാൻ സാധ്യതയുള്ള പിച്ചാണ്. അപ്പോൾ പിന്നെ 2 ടീമും ഫേസർമാരെ വെച്ച് കളിക്കാമെന്നില്ലായിരിക്കും ഇന്നത്തെ കളിയുടെ രീതി വരിക. എന്താണെന്നറിയില്ല, നമുക്ക് കളി കണ്ടാൽ മാത്രമേ ഉള്ളൂ ബാക്കി അഭിപ്രായങ്ങൾ പറയാൻ പറ്റുള്ളൂ. പഞ്ചാബ് ജയിക്കട്ടെ, ജയിച്ച് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടട്ടെ. പക്ഷേ മുംബൈ ഒരു ഫൈറ്റ് മാച്ച് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. 10ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് ഇനി മുംബൈക്ക് അത് വലിയൊരു അടിയായിരിക്കും. അപ്പോൾ മുംബൈ നല്ലൊരു ഫൈറ്റ് മാച്ച് ഇന്ന് കളിക്കുമെന്ന് വിചാരിക്കാം. 2 ടീമിൻ്റെയും പേര് നോക്കുമ്പോൾ കഴിഞ്ഞ കളിയിലെ പ്രസിദ്ധാൻ സിംഗും അതേപോലെ തന്നെ പ്രിയാൻ ഷാരി ഫോമിലേക്ക് ഉയർന്നത്. പ്രിയാൻ ഷാരിയാണ് ഫോമിലേക്ക് കൂടുതലായിട്ട് ഉയർന്നത്, പ്രസിദ്ധാൻ സിംഗ് അല്ല. അതേപോലെ തന്നെ ശ്രേയസ് അയ്യർ ഫോമിലേക്ക് ഉയർന്നത് പഞ്ചാബിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവാണ്. കാരണം അവരുടെ ഫോമായിരുന്നു പഞ്ചാബിനെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ കളിയിൽ ഒരു ഫോം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കളി എന്താവുന്നില്ലത് അറിയില്ല. മുംബൈയെ സംബന്ധിച്ച് മുംബൈ രോഹിത് ശർമ്മയും റിക്കിൾട്ടൻ്റെ ആ ഓപ്പണിംഗ് നൽകുന്ന പാർട്ട്ണർഷിപ്പ്, അതേപോലെ തന്നെ നമാന്തീറിൻ്റെയും തിലക് വർമ്മയുടെ ഒരു ഇന്നിങ്സും അത് മാത്രമാണ് മുംബൈയെ തുണയ്ക്കുന്നത്. മുംബൈയുടെ ബാറ്റിംഗ് കരുത്തും ഈ 4 പേരിൽ ഒതുങ്ങിക്കുക. സൂര്യകുമാർ യാദവ് ഭയങ്കര പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സൂര്യകുമാർ പിന്നെ ബാറ്റുമ്പോൾ തട്ടൂല. ആ അവസ്ഥയാണ് ഇപ്പോഴും. ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് സൂര്യകുമാറിന് ഇപ്പോൾ ബാറ്റുമ്പോൾ തട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ കളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ചർച്ചകൾ ചെയ്യാം. ഓക്കെ, ബൈ.